അപ്പൊ എന്തായാലും ഇനിയിപ്പോ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള സിനിമയിലേക്ക് സജീവമായിട്ട് കിടക്കാൻ പോവാണ് അല്ലേ? എനിക്ക് എൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണമെന്നല്ല, എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണമെന്നാണ്. അത് ആ പ്രൊഡ്യൂസർക്ക് നഷ്ടം പറ്റാത്ത രീതിയിൽ ഒരു 6 കോടി 7 കോടി രൂപയാണ് നമ്മുടെ സിനിമയ്ക്കെല്ലാം ബഡ്ജറ്റ് ഉണ്ടാകുക. പക്ഷെ അതിന് 14 കോടി 20 കോടിയോ തിരിച്ച് കിട്ടുന്ന രീതിയിൽ വേണം ആ സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിലാകേണ്ടത്. കാരണം ഒരിക്കലും ഒരു സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ തട്ടിക്കൂട്ടി സിനിമ ചെയ്തിട്ട് മൂലക്കിരിക്കുന്ന ആ ഒരു പരിപാടി ഇല്ല. സിനിമ ജനങ്ങൾ കാണണം, പ്രേക്ഷകർ കാണണം, പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറയണം. അഭിപ്രായം പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും, നമുക്ക് അടുത്ത സിനിമയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അങ്ങനെ ഗുണം ഉണ്ടാവണം. അതാണ് ചെയ്യേണ്ടത്. അത്ര ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നതും. പക്ഷെ ചെയ്യുന്നത് പോലീസ് സ്റ്റോറി ആയിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. അത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മാനെ മനസ്സിൽ കണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൽ മമ്മൂക്കാൻ്റെ കൂടെ പിന്നെ രാജമാണിക്യം ഹിറ്റ് സിനിമകളിലൊക്കെ തമിഴിലും ഈ അടുത്ത കുറച്ച് നല്ല സിനിമകളിലൊക്കെ അതെ. അപ്പോൾ നമ്മൾ മലയാളത്തിലും തമിഴിലേക്കും വേണ്ടിയിട്ടും ഉള്ളൊരു പ്ലാനിങ് ആണ്. അത് ഒരു ടീം അതായത് മാർക്കോയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റും മറ്റുള്ള ഹിറ്റ് സിനിമകളിൽ കുറച്ച് ആർട്ടിസ്റ്റിലൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, പണി എന്ന സിനിമയിലേക്കുള്ള. അപ്പോൾ അതിനൊരു കാമ്പുണ്ടാവും അത്ര സിനിമക്ക്. സംസാരിച്ചിട്ടുണ്ടോ ഇപ്പൊ റഹ്മാന്റെ അടുത്തൊക്കെ? സംസാരിച്ചില്ല. ഇത് മനസ്സിൽ നമുക്ക് ഇന്ന കഥാപാത്രം ഇന്നയാൾ ചെയ്ത നന്നാവുന്നുള്ളൊരു ആ ഒരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ റഹ്മാൻ നമ്മൾ സ്ഥിരം കാണുന്ന ഇപ്പം ബ്ലാക്ക് കാണുന്ന ആ സ്റ്റൈലല്ല നമ്മുടെ സിനിമ ഉണ്ടാകുക. വേറെ തന്നെ ഒരു പക്ക പോലീസുകാരനായിട്ടുള്ളൊരു ആളായിരിക്കും. ദേഷ്യം വരുന്നതും ആയിട്ടുള്ള ഒരു പ്രത്യേക തരം. അത് ശരിക്കും പറഞ്ഞാൽ ആവനാഴി എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആവനാഴി. അതേപോലത്തെ ഒരു കഥാപാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കന്ന് അവനായി ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇൻസ്പെക്ടർ ബൽറാം തിക്കുറിശ്ശേരിലൊരു ഡയലോഗുണ്ട്. വീട്ടിൽ ശരി അവിടെ ഒരു ഒച്ചപ്പാട് ബഹളം കേട്ടിട്ട് നമുക്ക് ആ വീട്ടിൽ ചെയ്യുന്നത്. അന്നേരം തിക്കുറിശ്ശേരിലൊരു ഡയലോഗുണ്ട്. അത് ഒറ്റ സീൻ മാത്രം മതി ആ പടം വിജയിക്കരുത്. അപ്പം അന്ന് ആ പടം ഇഷ്ടമാണെങ്കിൽ ഇന്നൊക്കെ നമുക്ക് ഇതൊന്നുമല്ല. പക്ഷെ ഇപ്പോഴും നമുക്ക് ഹാർഡ് വർക്കും പുതിയ ആൾക്കാർ തേടി നടക്കുകയാണ്. പുതിയ സംവിധായകന്മാർക്ക് ചാൻസ് കൊടുക്കാൻ, പുതിയ എഴുത്തുകാർക്ക് ചാൻസ് കൊടുക്കാൻ, പുതിയ ഫോട്ടോഗ്രാഫർ, അങ്ങനെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ നടത്തുകയും ചെയ്യും. അങ്ങനെയുണ്ട് നമുക്കൊരു പ്ലസ്. അങ്ങനെയുണ്ട്. പാൻഡ്യോസായാലും ശരടിയായാലും നമുക്കൊക്കെ എന്താണ് ഇഷ്ടം, അത് ആര് നെഗറ്റീവ് പറഞ്ഞാലും എന്താണ് പറഞ്ഞാലും അത് നെവർ മൈൻഡ്. അതുകൊണ്ടാണ് നമുക്ക് ആരാണ് ഇഷ്ടം ഉള്ളത് ആ ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് കൂട്ടി നടക്കും. അതാരെന്തോ സോഷ്യൽ മീഡിയ ആര് പറഞ്ഞാലും നമുക്കത് മൈൻഡ് ആക്കില്ല. അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടത്തെ നമുക്ക് തടയാൻ പറ്റുന്നില്ല. അതവരെ ഒരു ഇതാണ്. ഇപ്പം എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളോടായിട്ട് എനിക്ക് യാത്രകൾ ചെയ്യണം. അത് എൻ്റെ ഇഷ്ടമാണ്. അത് തടയാൻ പറ്റുമോ? തടയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ സംഭവിക്കട്ടെ. ഈ പറഞ്ഞ പോലെ അവനാഴി പോലെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന നല്ലൊരു സിനിമ ചെയ്യണം. അത് ഇപ്പം മനോഹിക്കാനായാലും റഹ്മാനായാലും വ്യത്യസ്ത സ്റ്റൈലായിരിക്കും പോലീസ് ഫാദർ. മമ്മൂക്ക് തന്നെ പൂജാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് അനുഗ്രഹം മേടിച്ച് തുടങ്ങി. നമുക്ക് തന്നെ അതെങ്ങനെ വരുത്തും. അത് കാരണം ആ ടീം വർക്കിലുണ്ടാവും. നമുക്കെന്നെ വിളിച്ച് വരാനുള്ള ആൾക്കാരെ ആ ടീം വർക്കിലുണ്ടാവും. ഇപ്പം നമ്മൾ നേരിട്ട് വിളിച്ചില്ലെങ്കിലും മറ്റുള്ള ആൾക്കാരെ വിളിച്ചാലും വരും. അപ്പോൾ ഒരു നല്ലൊരു സിനിമ നിങ്ങളെ ഏകദേശം ഒരു പേരൊക്കെ വരും ആ സിനിമൻ്റെ. നിങ്ങളായിട്ട് ബന്ധപ്പെടുന്ന ഒരു പേരൊക്കെ വരുന്ന ആ സിനിമ. പക്ഷേ നല്ല സിനിമയായിരിക്കണം എന്ന ആഗ്രഹമാണ്. ഇപ്പം തുടരും എന്ന സിനിമയിൽ ജോർജ് സാറായിരുന്നു അതിൻ്റെ കാമ്പ്, ആ സിനിമേൻ്റെ കാമ്പ്. കാരണം അത് തുടരും അങ്ങനെയുള്ള ഒരുപാട് സിനിമ നമ്മൾ കണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊരു വ്യത്യസ്തമായ മേക്കിങ്ങിൽ കൂടി ആ സിനിമ ചെയ്തു തീർക്കുന്നതാണ്. അതുകൊണ്ട് വൺ ഹിറ്റായിരുന്നു പടം. ഞാൻ ജോർജ് സാറിനെ പോലത്തെ ഒരാൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു, നന്നായി ചെയ്തു. അങ്ങനെ സംഭവിക്കട്ടെ. അതൊക്കെ പോലെയാണ് നമ്മളെ ആഗ്രഹവും. നല്ല സിനിമ ചെയ്യുക, ജനങ്ങൾ കാണുന്ന നല്ല ത്രെഡ് എന്താണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കുക.
ജനങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ, പ്രേക്ഷകർ ഇഷ്ടപ്പെടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരാൾക്ക് ഒരു സന്തോഷവും ഇല്ല. അവിടെ കഴിഞ്ഞാടാ നമ്മളെ സിനിമാ ജീവിതം അവിടെ കഴിയും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണം സിനിമ ചെയ്ത് മുന്നോട്ട് പോകാൻ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കലകട്ടെ.